ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇടവ മാസം തുടങ്ങിക്കഴിഞ്ഞു. ഈ മാസത്തിൽ ഭാഗ്യം തിളങ്ങുന്ന നക്ഷത്ര ജാതകർ ആരൊക്കെയാണ്? നിങ്ങളുടെ ജീവിതം ഏതൊക്കെ രീതിയിലാണ് ഈ മാസം മാറി മറിയുവാൻ പോകുന്നത് എന്ന് നോക്കാം. 2026 മെയ് 15 മുതൽ ജൂൺ 10 വരെയാണ് ഇടവ മാസം. 31 തീയതികൾ ഈ ഇടവ മാസത്തിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ വ്യാഴ മാറ്റം തന്നെയാണ്. ഇടവം 18 വ്യാഴം മിഥുനത്തിൽ നിന്നും ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിക്കും. പുണർത്തം 3, 4 പാദങ്ങളിലായി വ്യാഴം സഞ്ചരിക്കുന്നു. ആദിത്യൻ ഇടവം രാശിയിലും കാർത്തിക, രോഹിണി, മകയിരം എന്നീ ഞാറ്റുവേലകളിലുമാണ്. ഇടവം 2 കറുത്ത വാവും ഇടവം 16 വെളുത്ത വാവും വരുന്നു. അതുപോലെ ശനി മീനം രാശിയിൽ തുടരുകയാണ്. ഇടവം 3 ഉത്രട്ടാതിയിൽ നിന്നും രേവതിയിലേക്ക് കടക്കും. രാഹു കേതുക്കൾ യഥാക്രമം കുംഭം അതായത് ചതയം നക്ഷത്രത്തിലും ചിങ്ങം അതായത് മകം നക്ഷത്രത്തിലുമായി തുടരുകയാണ്. ചൊവ്വ മേടം രാശിയിലാണ് മാസം മുഴുവനും. ബുധൻ 15 വരെ ഇടവം രാശിയിലും തുടർന്ന് മിഥുനം രാശിയിലും സഞ്ചരിക്കും. ശുക്രൻ മാസത്തിൻ്റെ അവസാന ആഴ്ച വരെ മിഥുനത്തിലാണ്, ശേഷം കർക്കിടകത്തിൽ പ്രവേശിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഇടവ മാസത്തെ നക്ഷത്രഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആദിത്യൻ 2-ലും വ്യാഴം 3-ലും 4-ലും ശനി 12-ലും ചൊവ്വ ജന്മത്തിലുമായി സഞ്ചരിക്കുന്നു. പൊതുവെ സമ്മിശ്രമായ അനുഭവങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം ലഭിക്കുന്ന കാലമാണ്. നടപ്പിലാക്കണം എന്ന് നിങ്ങൾ ഉറപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. അതുപോലെ എതിർ ശബ്ദങ്ങൾ ഉയരുവാനിടയുണ്ട്. പ്രത്യേകിച്ചും ആകസ്മികമായി ചിലതൊക്കെ നേടുവാനും ഈ മാസം കഴിയുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കേണ്ട കാലമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പമായേക്കില്ല. അതുപോലെ ഗൃഹ അന്തരീക്ഷം ഒട്ടാകെ സമാധാനപൂർണ്ണമാകും. നിലച്ചു പോയിരുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും പുനരാരംഭിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാകും. അന്യനാട്ടിൽ ഉപരിപഠന സാധ്യതയ്ക്കും ഉള്ള ഒരു കാലമാണ്. മകന് വാഗ്ദാനം ചെയ്ത പുതുവാഹനം വാങ്ങി നൽകുവാൻ കഴിയും. പ്രണയിക്കുന്ന ആളുകൾക്കും നല്ല ഒരു സമയമാണ്. ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ശനി, ചൊവ്വ, രവി എന്നീ പാപഗ്രഹങ്ങൾ 12-ലും ജന്മത്തിലും 2-ാം ഇടത്തുമായി സഞ്ചരിക്കുകയാൽ സുഗമങ്ങളായ കാര്യങ്ങളെല്ലാം തന്നെ ദുർഗമങ്ങളായേക്കും. സുലഭങ്ങൾ ദുർലഭങ്ങളാകും. ക്ഷോഭശീലം വർദ്ധിക്കും. സഹിഷ്ണുത കുറയുന്ന സ്ഥിതി ഉണ്ടാകുന്നതാണ്. അകാരണമായി സമ്മർദ്ദം വർദ്ധിക്കും. അതുപോലെ ബുധശുക്രന്മാർ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പഠന മികവ്, തുടർ വിദ്യാഭ്യാസം ഇവ സാധ്യമാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് മോശം കാലമല്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പെട്ടെന്ന് ഇണങ്ങുവാനും പിണങ്ങുവാനും ഇടയുള്ള കാലമാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് മെച്ചമുണ്ടാകും. നിക്ഷേപങ്ങളെല്ലാം തന്നെ ഈ സമയം കരുതലോടെ വേണം. ജാമ്യം നിൽക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. തുടങ്ങിയ ബിസിനസ് ഒരുവിധം മുന്നോട്ട് പോകുന്നതാണ്. എതിർപ്പുകളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ ഈ മാസത്തിൽ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ മേടരാശിക്കാർക്ക് 7-ര ശനിയുടെ തുടക്കത്തിലാകിയാൽ പല കാര്യങ്ങളിലും സുഗമത കുറയും. ഇഷ്ടപ്പെട്ടവരുടെ ശത്രുത സമ്പാദിക്കേണ്ടി വരും. ഇടവ രാശിക്കാർക്ക് ശനി അനുകൂലമാണെങ്കിലും ചൊവ്വയും ആദിത്യനും പ്രതികൂലരാണ്. അതുകൊണ്ട് ദേഷ്യം വർദ്ധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ വലയ്ക്കുവാനും ഇടയുണ്ട്. ഈ മാസം കൂടുതൽ യാത്രകൾ ഉണ്ടാകും. തന്മൂലം ദേഹക്ഷീണവും വർദ്ധിക്കുന്നതാണ്. കൃത്യനിഷ്ഠ നിങ്ങളുടെ വളരെയധികം കുറയും. ദിവസ ജോലിക്കാർക്ക് എന്നും ജോലി ലഭിക്കുന്നതാണ്. അതുപോലെ കമ്മീഷൻ ഏജൻസികൾ ഇവയിലൂടെ ധനലാഭം പ്രതീക്ഷിക്കാം. മകളുടെ ഉപരിപഠന കാര്യത്തിൽ കൃത്യമായ വ്യക്തതയുണ്ടാകും. പഠനത്തിന് സമ്പത്തൊരു തടസ്സമാകുന്ന കാലമല്ല. മത്സരങ്ങളിലും പരീക്ഷകളിലും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടുവാനും സാധിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മത്തിൽ ആദിത്യനും 12-ൽ ചൊവ്വയും 4-ൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ
പ്രശ്നനിബിഡമായ ഒരു മാസമാണ്. എന്നാൽ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ശുക്രനും ബുധനും ശനിയും നൽകുകയും ചെയ്യും. അലച്ചിലുണ്ടാകും. യാത്രയുമായി ബന്ധപ്പെട്ട് വളരെയധികം ചെലവ് വർദ്ധിക്കുന്നതാണ്. വാഗ്ദാനങ്ങൾ കഴിവതും കൊടുക്കാതിരിക്കുക. 11-ലെ ശനി ധനാഗമത്തെ പുഷ്ടിപ്പെടുത്തും. പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അവയ്ക്കെല്ലാം പോംവഴിയും തെളിഞ്ഞു കിട്ടുന്നതാണ്. ഇടവം 18-ന് വ്യാഴം 3-ലേക്ക് മാറും. തന്മൂലം വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രതീക്ഷിച്ച ഒരു ഭാവി ഉണ്ടാകില്ല. സഹായിക്കാൻ പലരും മുന്നോട്ട് വരും. വീട് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുവാൻ കഴിയുന്നതാണ്. പുതുവാഹനം വാങ്ങുവാൻ ഗ്രഹാനുകൂല്യമില്ലാത്ത ഒരു കാലം കൂടിയാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ഇടവം മിഥുനം രാശിക്കാർക്ക് ഒരുപോലെ ആദ്യത്തെ സഞ്ചാരം അനുകൂലമല്ല. ശനി ഇടവ രാശിക്കാർക്കും ചൊവ്വ മിഥുന രാശിക്കാർക്കും ഇഷ്ടഭാവത്തിലാണ്. ഉദ്യോഗസ്ഥർക്ക് വളരെയധികം അസംതൃപ്തി ഉണ്ടാകും. മേലധികാരികൾ ന്യായരഹിതമായി പെരുമാറുന്നതായി അനുഭവപ്പെടും. അതുപോലെ സ്ഥലം മാറ്റ സാധ്യത തള്ളിക്കളയുവാനാകില്ല. ഇടവ രാശിക്കാർക്ക് രോഗചികിത്സ ഫലവത്താകും. പാരമ്പര്യ തൊഴിലിൽ നിന്നും ഉയർന്ന വരുമാനം വന്നെത്തും. മിഥുന രാശിക്കാർക്ക് ഭൂമിയിൽ നിന്നും ആദായം വന്നു ചേരും. ഗൃഹനിർമ്മാണം നടന്നു കിട്ടും. വ്യവഹാരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധിക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം ചില വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. കിടപ്പ് രോഗികളായ ആളുകൾക്ക് ആശ്വാസം ഭവിക്കുന്നതാണ്. ധനാഗമം മോശമാകില്ല. ആഡംബര ചെലവുകൾ വർദ്ധിക്കും. പ്രണയത്തിൻ്റെ കാര്യത്തിൽ വിഘ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഇണക്കവും തുടരുന്ന കാലമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആദിത്യൻ 12-ലും ചൊവ്വ 11-ലുമായി സഞ്ചരിക്കുന്നു. കണ്ടകശനി തുടരുന്ന കാലമാണ്. വ്യാഴം മാറ്റത്തിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാകും. സ്വയം നിശ്ചയിച്ച കാര്യങ്ങൾ തടസ്സപ്പെട്ടാലും പിന്നീട് അവയെല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം വൈകും. സംഘടനകളെ എതിർപ്പുകളെയെല്ലാം തള്ളിക്കളഞ്ഞ് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. പൊതു സംരംഭങ്ങൾ തുടങ്ങുവാൻ ആലോചിക്കുന്ന ആളുകൾക്ക് സർക്കാരിൽ നിന്നുമുള്ള ചില തടസ്സങ്ങളുണ്ടാകും. മികച്ച പരീക്ഷാ വിജയം, ഉന്നത പഠനം ഇവ സാധ്യമാകും. കടബാധകൾ ഭാഗികമായി നിങ്ങൾക്ക് വീട്ടി തീർക്കുവാൻ കഴിയുന്നതാണ്. ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള സാധ്യതയുണ്ട്. വിനോദയാത്രയോ തീർത്ഥാടനമോ ഈ മാസം ഉണ്ടാകും. പ്രണയ അനുഭവങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. അതുപോലെ അവിവാഹിതരുടെ വിവാഹ ശ്രമങ്ങൾ നടന്നു കിട്ടുവാനും ഇടയുണ്ട്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. ഗ്രഹങ്ങളിൽ ചിലത് നിങ്ങൾക്ക് അനുകൂലമാണ്. കണ്ടകശനിയും 12-ൽ ആദിത്യനും ജന്മവ്യാഴവുമുണ്ട്. അവയെല്ലാം തന്നെ വിഘ്നകാരികളായി മാറും. ലക്ഷ്യം നേടുവാൻ വളരെയധികം പരിശ്രമം വേണ്ടിവരും. പുതിയ കാര്യങ്ങൾ ഭാഗികമായി ആരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ സർക്കാർ കാര്യങ്ങളിൽ സംബന്ധിച്ച് തടസ്സങ്ങളുണ്ടാകും. ബിസിനസ്സിൽ നിന്നും ആദായം വർദ്ധിക്കും. എന്നാൽ ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ നിങ്ങൾക്ക് പരസ്യത്തിൻ്റെ പിന്തുണ അനിവാര്യമായി മാറുന്നതാണ്. സുഹൃത്തുക്കൾ നിർലോഭമായ സഹകരണം തന്നും അന്യദേശത്ത് യാത്രകൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. മിഥുന രാശിക്കാർക്ക് ഇടവം 18-ലെ വ്യാഴമാറ്റം വളരെയധികം ഗുണകരമാണ്. ഭൂമിയോ വസ്തുവോ ക്രയവിക്രയം നടന്നു കിട്ടും. തുടരുന്ന ചികിത്സകൾ നിർത്തുവാൻ സാധിക്കുന്ന ഒരു സമയമല്ല. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 11-ൽ സഞ്ചരിക്കുന്നത് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും. ഔദ്യോഗികമായി നിങ്ങൾക്ക് വളർച്ചയും തൊഴിലിടത്തിൽ സമാധാനവും സമ്മാനിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വലിയ നേട്ടമുണ്ടാകും. മേലധികാരിയുടെ പ്രോത്സാഹനം കിട്ടുന്നതാണ്. സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പദവി ഉയരും. 12-ൽ സഞ്ചരിക്കുന്ന വ്യാഴം മാസപ്പകുതിക്ക് ശേഷം ജന്മരാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് സമ്മർദ്ദങ്ങളുണ്ടാകും. സാമ്പത്തികമായും നിങ്ങൾക്ക് വളർച്ച കുറയുന്ന ഒരു കാലമാണ്. എന്നിരുന്നാലും ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. സുഖഭോഗങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിൽ യാതൊരു തടസ്സവും ഉണ്ടാകുന്ന കാലമല്ല. കിടപ്പ് രോഗികളായ ആളുകൾക്ക് ആശ്വാസമുണ്ടാകും. അഷ്ടമത്തിൽ രാഹുവും 9-ൽ ശനിയുമുള്ളത് ദുരാരോപണങ്ങൾ ഉയർത്തുവാൻ ഇടയുണ്ട്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കർമ്മ മേഖലയിൽ ഉണർവുണ്ടാകും. ജോലി തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള ജോലി വന്നു ചേരും. കഴിവുകളെ ആർക്കും തള്ളിക്കളയുവാൻ കഴിയുന്ന ഒരു കാലമല്ല. വായ്പകളോ
പാരമ്പര്യ സ്വത്തുക്കളോ ലഭിച്ചു കൂടായികയില്ല. അതുപോലെ ബുധ-ശുക്ര സഞ്ചാരം പഠനത്തിൽ മികവ്, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്ക് കാരണമാകും. വ്യാഴം 12-ലും ജന്മത്തിലുമായി സഞ്ചരിക്കുന്നു. അതുകൊണ്ട് സന്താനങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നല്ല ചിന്തകളുണ്ടാകും. ധനാഗമത്തിന് വഴികൾ തുറന്നു കിട്ടുന്നതാണ്. ന്യായമായ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടന്നു കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ചിലവിൽ വളരെയധികം നിയന്ത്രണം ആവശ്യമാണ്. ഭൂമി വ്യവഹാരങ്ങൾക്ക് മുതിരരുത്. വാഹനം വാങ്ങുന്നതിൽ തീരുമാനമുണ്ടാകും. പ്രണയാനുഭവങ്ങൾ പുഷ്ടിപ്പെടുന്ന കാലം കൂടിയാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. രവി സഞ്ചാരം 10-ാം ഭാവത്തിലാകിയാൽ തൊഴിലിടത്തിൽ കാര്യങ്ങൾ മോശമാകില്ല. കഴിവുകൾക്ക് സ്വീകാര്യതയുണ്ടാകും. കരാറുകൾ നീട്ടിക്കിട്ടുന്നതാണ്. അഭിമാനം ഉയരുന്ന സന്ദർഭങ്ങൾ വന്നെത്തും. ബിസിനസ്സിൽ പുതിയ ശാഖ തുടങ്ങുവാൻ കഴിയുന്നതാണ്. നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഫലവത്താകും. തലമുറകളായി തുടരുന്ന തൊഴിലിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ ഉറ്റവരുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിക്കുവാനും കഴിയുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ജാഗ്രത വേണ്ടതുണ്ട്. സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ വ്യവഹാരമാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷാ വിജയത്തിൻ്റെ അഭിനന്ദനമായ മകന് പുതിയ വാഹനം വാങ്ങും. അതുപോലെ അന്യദേശത്ത് പോകുവാനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ദാമ്പത്യത്തിൽ ചില വിട്ടുവീഴ്ചയും ഈ മാസം അനിവാര്യമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടിയുണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ നിയമനം ലഭിക്കുന്നതാണ്. അർഹതയുള്ള വേതനവും കൈവരും. മേലുദ്യോഗസ്ഥരുടെ സഹകരണം എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാം. വ്യാഴം 11-ലാണ്, ഇടവം 18 വരെ. അതിനാൽ തന്നെ ധനാഗമം വളരെയധികം വർദ്ധിക്കും. ബിസിനസ്സിൽ കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോകുന്നതാണ്. പങ്കു കച്ചവടത്തിൽ സുഗമത കുറയും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വളരെയധികം തിളങ്ങുവാനും കഴിയുന്നതാണ്. ആഗ്രഹിക്കുന്ന കോഴ്സിൽ ഉപരിപഠനം സാധ്യമാകും. ശുക്രസഞ്ചാരം അനുകൂലമാകിയാൽ സുഖഭോഗം, പ്രണയാനുഭവങ്ങൾ ഇവയുണ്ടാകും. പാരമ്പര്യ സ്വത്തുക്കളിൽ തർക്ക സാധ്യതയുണ്ട്. തീർത്ഥാടനം, ദൈവിക സമർപ്പണം ഇവയ്ക്കും അവസരം പ്രതീക്ഷിക്കാം. ഏതു കാര്യത്തിലും ലാഘവ ബുദ്ധി ഒഴിവാക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ചിങ്ങം, കന്നി രാശികളിൽ വരുന്ന നക്ഷത്രമാകിയാൽ സമ്മിശ്രമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വ്യാഴം നിലവിൽ ചിങ്ങരാശിക്കാർക്ക് അഭീഷ്ട ഭാവത്തിലാണ്. കന്നി രാശിക്കാർക്ക് ഇടവം 18-ലെ മാറ്റം വളരെയധികം പ്രയോജനകരമാകും. ചിന്താശക്തി വർദ്ധിക്കും. ന്യായമായ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയമുണ്ടാകും. അതുപോലെ അന്യനാട്ടിൽ ഉപരിപഠന സാധ്യതയുമുണ്ട്. സമിതികളിൽ നേതൃത്വ പദവി ലഭിക്കാം. നവീനമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. പുതുവാഹനം എന്ന സ്വപ്നം സഫലമാകുകയും ചെയ്യും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 9-ൽ, ശനി 7-ൽ, ചൊവ്വ 8-ൽ, രാഹു 6-ൽ, വ്യാഴം 10-ലും 11-ലുമായി സഞ്ചരിക്കുന്നു. സമ്മർദ്ദങ്ങളോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ അതിജീവന ശക്തി തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഗ്രഹസ്ഥിതിയാണ്. യാത്രകൾ, അന്യദേശവാസം ഇവയുണ്ടാകും. തൊഴിലിൽ ചെറിയ ഇടവേളകൾ വേണ്ടി വരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ഒപ്പമുള്ളവരുടെ പിന്തുണ കുറയും. ആഗ്രഹിച്ച ദിക്കിലേക്ക് സ്ഥലം മാറ്റം നടക്കില്ല. ഉന്നത പഠനത്തിൽ ആശയക്കുഴപ്പത്തിനിടയുണ്ട്. ഇടവം 20 മുതൽ പൊതുവെ ഗുണാനുഭവങ്ങൾ ഉയരുന്ന കാലമാണ്. കടം അധികരിക്കില്ല. അതുപോലെ സാമ്പത്തികമായി അച്ചടക്കമുണ്ടാകും. സഹോദര ആനുകൂല്യം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും നിങ്ങൾക്ക് കലാപരമായ കഴിവുകൾ പരിശ്രമത്തിലൂടെ തന്നെ വളർത്തുവാനും കഴിയുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ആദിത്യ സഞ്ചാരം അനുകൂലമല്ലാത്തതിനാൽ പ്രവർത്തന രംഗം സമ്മിശ്രമായിരിക്കും. അധ്വാന ഭാരം വർദ്ധിക്കും. ദുർഘടങ്ങളായ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ കുറയും. പുതിയ പ്രൊജക്റ്റുകളുടെ നടത്തിപ്പിൽ അവ്യക്തത ഏർപ്പെടുന്നതാണ്. തുലാരാശിക്കാർക്ക് ഇടവം 18 വരെയും കന്നിരാശിക്കാർക്ക് അതിനുശേഷവും വ്യാഴാനുകൂല്യമുള്ളതിനാൽ ധനക്ലേശമുണ്ടാകില്ല. അതുപോലെ മകൻ്റെയോ മകളുടെയോ ഉപരി വിദ്യാഭ്യാസത്തിന് ധനം വന്നെത്തും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ കഴിയുന്നതാണ്.
ഫ്ലാറ്റ് വാങ്ങുവാനുള്ള പ്രാരംഭ ശ്രമങ്ങൾ തുടരും. 7-ൽ ചൊവ്വ സഞ്ചരിക്കുന്നത് ദാമ്പത്യത്തിൽ സ്വൈര്യക്കേടുകൾ ഉയരുവാൻ കാരണമാകും. പതിവ് ആരോഗ്യ പരിശോധനകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ അഷ്ടമത്തിലാണ്, ശനി 6-ലും ചൊവ്വ 7-ലുമായി സഞ്ചരിക്കുന്നു. വ്യാഴം 9-ലും 10-ലുമാണ്. ജോലി മാറ്റത്തിന് സാധ്യതയുണ്ട്. കൃത്യനിർവഹണം തടസ്സപ്പെടില്ല. അതുപോലെ പകരക്കാരെ ചുമതലകൾ ഏൽപ്പിക്കുന്നത് വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാകും. പൈതൃകമായ തൊഴിലുകൾക്ക് പുതുമോടി വരുത്തുവാൻ ശ്രമിച്ചേക്കും. ജോലി സ്ഥലത്തിനടുത്തേക്ക് താമസം മാറ്റം ലഭിക്കുന്നതാണ്. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുവാൻ കഴിയും. ഗവേഷകർക്ക് പഠനയാത്രകൾ വേണ്ടിവരും. ഹ്രസ്വകാല കോഴ്സുകൾക്ക് ചേരുവാനിടയുണ്ട്. പ്രണയത്തിൽ വിഘ്നങ്ങളുണ്ടാകാം. പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരുവാനുള്ള അവസരം വന്നുചേരും. പ്രതീക്ഷിച്ച ധനം നിക്ഷേപിക്കുവാൻ സാധിക്കില്ല. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. തുലാം വൃശ്ചികം രാശികളിലായി വരുന്ന വിശാഖം നാളുകാർക്ക് ഇടവ മാസത്തിൽ നേട്ടങ്ങളോടൊപ്പം കോട്ടങ്ങളും ഉണ്ടാകും. പുതുജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കരാറുകൾ തുടരുന്നതാണ്. നിലപാടുകളുടെ ന്യായം അധികാരികൾക്ക് ബോധ്യമാകും. പ്രതീക്ഷിച്ചതിലുമധികം സഹായമോ സഹകരണമോ ലഭിക്കുന്നതാണ്. കെട്ടിട നിർമ്മാണത്തിന് തടസ്സങ്ങളുണ്ടാകില്ല. ക്രയവിക്രയത്തിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ സ്വതസിദ്ധമായ കഴിവുകൾ പരിശീലനത്തിലൂടെ വികസിപ്പിക്കുവാൻ സാധിക്കും. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. മക്കളുടെ ഉഭയവിദ്യാഭ്യാസത്തിൽ കരുതിയതുപോലെ തന്നെയാകും കാര്യങ്ങൾ. വിവാഹ തടസ്സം മാറിക്കിട്ടും. ശുഭ തീരുമാനത്തിലെത്തുവാനും സാധിക്കുന്ന കാലമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 7-ലും ചൊവ്വ 6-ലും ശനി 5-ലുമായി സഞ്ചരിക്കുന്നു. വ്യാഴ മാറ്റമാണ് പ്രത്യേകത. ഇടവം 18 വരെ 8-ലും തുടർന്ന് ഭാഗ്യസ്ഥാനത്തിലും സഞ്ചരിക്കും. ജീവിതത്തിൽ മാറ്റവും വളർച്ചയും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ മെച്ചപ്പെടുന്ന കാലമാണ്. കണക്ക് കൂട്ടുകളെല്ലാം തന്നെ ശരിയായി വന്നേക്കും. തൊഴിലിനായുള്ള പരിശ്രമം ഫലവത്താകും. വ്യാപാരം, സ്വയം തൊഴിൽ എന്നിവയെ വെല്ലുവിളികൾ ഉണ്ടായാൽ പോലും മറികടക്കുവാൻ കഴിയുന്നതാണ്. ചിട്ടി, നറുക്കെടുപ്പ്, ലോൺ ഇവ മുഖേന ധനാഗമ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി വിനോദയാത്രയ്ക്കുള്ള അവസരം വരും. ജീവിതശൈലി രോഗമുള്ളവർ വളരെയധികം കരുതലോടെ വേണം. ഭൂമിയുടെ ക്രയവിക്രയത്തിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. തടസ്സങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുവാൻ കഴിയുന്നതാണ്. പ്രവർത്തന ഊർജം മറ്റുള്ളവരെ വരെ അമ്പരപ്പിക്കും. മേലധികാരികൾ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം തന്നെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായ ഇടപാടുകൾ ലാഭത്തിലാകും. ചെറുകിട സംരംഭകർക്ക് വിപണിയിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. അന്യദേശത്ത് പുതിയ ജോലിയോ വിദ്യാഭ്യാസമോ തുടർച്ച എന്നിവ സാധ്യതകളാണ്. ഭൂമിയോ വീടോ വാങ്ങുവാനുള്ള തീരുമാനം ഫലവത്താകും. കലാസാഹിത്യ രംഗം വളരെയധികം പൊട്ടിപ്പെടുന്ന സമയമാണ്. പൊതുപ്രവർത്തകർക്ക് ജനകീയമായ അടിത്തറ ബലപ്പെടും. ആശയവിനിമയ ശേഷി പ്രശംസിക്കപ്പെടും. പൊതുവെ ഭൗതികമായ നിലവാരമെല്ലാം തന്നെ നിങ്ങളുടെ ഉയരുന്ന കാലമാണ്. ഇടവം 18-ന് ശേഷം വ്യാഴം ഭാഗ്യസ്ഥാനത്തെത്തുന്നത് വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകും. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ആദിത്യ സഞ്ചാരം 6-ാം ഭാവത്തിലാകിയാൽ അഭീഷ്ടമായ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. ഉപജീവന മാർഗത്തിലെ തടസ്സങ്ങൾ മാറും. ഉന്നതരുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. ജോലി മാറ്റം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കഴിയുന്നതാണ്. പെൻഷൻ പറ്റിയവർക്കും അവസരങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ തുടർച്ച വന്നെത്തുന്നതാണ്. പ്രൊഫഷണലുകളായ ആളുകൾക്ക് ചെറുകിട മത്സരങ്ങളെ നേരിടുവാൻ സാധിക്കും. ചൊവ്വ 5-ൽ തുടരുന്നതിനാൽ അനാവശ്യമായ നിർബന്ധം ശത്രുതയ്ക്ക് കാരണമാകും. 4-ലെ ശനിയുടെ ദോഷങ്ങൾ 3-ലെ രാഹുവിൻ്റെ ഗുണഫലങ്ങളായി സമരസപ്പെടുന്നതാണ്. 7-ലെ വ്യാഴം ദാമ്പത്യ ജീവിതത്തെ സുഗമമാക്കും. ബിസിനസ്സിലും വളരെയധികം വളർച്ച പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ്റെ ഉപജയ സ്ഥാനസ്ഥിതി അനുകൂലമാണ്. മുഖ്യമായും ഉപജീവന മാർഗത്തിൽ ഉയർച്ചയുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ട സമയമല്ല. വിദേശ യാത്രകളോ വിദേശ തൊഴിലുള്ള അവസരങ്ങളോ വന്നു ചേരും. ശുക്രബുധ സ്ഥിതിയാൽ പഠനം പൂർത്തിയാക്കിയ ആളുകൾക്ക് ഉടൻ തന്നെ ജോലി ലഭിക്കും. വിദ്യാഭ്യാസത്തിൽ തുടർച്ചയ്ക്കും വഴിയൊരുങ്ങുന്നതാണ്.
കാര്യാലോചനകളിൽ വിജയിക്കും. ഏഴിലെ വ്യാഴം ഇടവം 18 ശേഷം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് ഗുണത്തുടർച്ചയ്ക്ക് കാരണമാകും. ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടയ്ക്കിടെ മാനസികമായ ക്ലേശങ്ങൾ സമ്മാനിക്കും. രാഹുസ്ഥിതി ആത്മശക്തി ഉയരുവാനും പ്രധാനപ്പെട്ട ചിലരിൽ നിന്നും സഹായ സഹകരണം കൈവരുവാനും സാധ്യത നിലനിർത്തും. ദാമ്പത്യത്തിൽ സമാധാനം പുലരുന്നതാണ്. രോഗാവസ്ഥകളെല്ലാം തന്നെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ആദ്യത്തെ സഞ്ചാരം മകര രാശിക്കാർക്ക് കൂടുതൽ അനുകൂലമാണ്. കർമ്മ മേഖലയിലെ മാന്ദ്യങ്ങളെല്ലാം തന്നെ മാറും. ബിസിനസ്സിൽ ഉപഭോക്താക്കളുടെ സ്വീകാര്യത കൈവരും. ലോൺ സൗകര്യം ലഭിക്കുന്നതാണ്. മേലധികാരിയുടെ പിന്തുണ, ഉദ്യോഗസ്ഥർക്ക് കാര്യനിർവഹണം എന്നിവ സുഗമമാകും. പരീക്ഷണങ്ങൾ വിജയിക്കും. പാരമ്പര്യ തൊഴിൽ നവീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ധനുരാശിക്കാർക്ക് രാഹു സഹായത്താൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. ഉത്രാടം നക്ഷത്ര ജാതകർക്ക് പഠനത്തിൽ തിളക്കമുള്ള വിജയം നേടുവാൻ കഴിയുന്നതാണ്. സാഹചര്യങ്ങൾ സമ്മർദ്ദം കുറയും. കുടുംബ ക്ലേശങ്ങൾ മധ്യസ്ഥരിലൂടെ പരിഹരിക്കപ്പെടുന്നതാണ്. നിക്ഷേപങ്ങളിൽ വളരെയധികം കരുതൽ വേണം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയും. അതുപോലെ സകുടുംബം തീർത്ഥാടന യാത്ര നടത്തുവാനും സാധിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ആദ്യത്തിൻ 5-ാം ഭാവത്തിലാകിയാൽ തൊഴിലിൽ വലിയ തോതിലുള്ള മാറ്റം പറയുവാൻ കഴിയുന്ന ഒരു കാലമല്ല. എന്നാൽ സാധാരണ രീതിയിൽ കാര്യനിർവഹണം സാധ്യമാകും. ബിസിനസ്സിലും നിങ്ങൾ കരുതിയ പോലെയുള്ള ധനം വന്നു ചേരില്ല. കാര്യാലോചനകളിൽ വ്യക്തമായ തീരുമാനമെടുക്കുവാൻ വിഷമിക്കേണ്ടി വരും. ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകില്ല. ശനിയും രാഹുവും ചൊവ്വയും സമ്മർദ്ദങ്ങൾ വ്യക്തി ജീവിതത്തിലും സൃഷ്ടിക്കും. ഇടവം 18-ലെ വ്യാഴമാറ്റം 6-ൽ നിന്നും 7-ലേക്കാവുന്നത് ഗുണകരമാണ്. അതുപോലെ പുതിയ വാഹനം വാങ്ങുവാനുള്ള സാഹചര്യം തെളിയും. പഠിപ്പ്, ജോലി ഇവയ്ക്കായി അന്യദേശ വാസത്തിനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി വളരെയധികം നിയന്ത്രിക്കുന്നത് ഗുണകരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. മകരം, കുംഭം രാശികളിലായി വരുന്ന നക്ഷത്രമാണ് അവിട്ടം. 4-5 ഭാവങ്ങളിലെ ആദിത്യ സഞ്ചാരം ആശയക്കുഴപ്പമുണ്ടാക്കും. ചിന്തയിൽ അവ്യക്തത നഷ്ടപ്പെടുന്നതാണ്. സാങ്കേതികമായും ഭാഷാ പരിജ്ഞാനമില്ലാത്തത് പോരായ്മയായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇടവം 18-ലെ വ്യാഴമാറ്റം മകരരാശിക്കാർക്ക് വളരെയധികം ഗുണകരമാണ്. പുതിയ വാഹനം വാങ്ങുവാൻ കഴിയും. കൂട്ടുകെട്ടുകൾ, പങ്കുകച്ചവടം എന്നിവ പ്രയോജനം ചെയ്യും. വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നതാണ്. മകനോ നിങ്ങളുടെ മകൾക്കോ പൊതുജോലി ലഭിക്കാം. വിവാഹ ഭാഗ്യമുണ്ട്. കമ്മീഷൻ വ്യാപാരം ലാഭകരമാകും. ശുപാർശ കൊണ്ടും വളരെയധികം നേട്ടങ്ങളുണ്ടാകും. കുംഭരാശിക്കാർക്ക് സഹോദരാനുകൂല്യം, ഭൂമിയിൽ നിന്നും നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. രാഹുവും 2-ലെ ശനിയും പുരോഗതിയെ തടയും. അതുപോലെ ആലസ്യമുണ്ടാക്കും. ഏത് കാര്യവും സമയബന്ധിതമായി ചെയ്യാനാകാതെ നീട്ടിവെക്കുവാനുള്ള പ്രവണത ഉയരുന്നതാണ്. 3-ലെ ചൊവ്വ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കും. തോറ്റു കൊടുക്കുവാൻ തയ്യാറാകാത്ത മനസ്ഥിതി ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം പിന്തുണ വന്നു ചേരുന്ന ഒരു കാലമാണ്. സഹോദരങ്ങളുടെ പ്രീതിക്ക് പാത്രമാകും. 4-ാം ഭാവത്തിലെ ആദിത്യൻ കർമ്മരംഗത്ത് ചെറിയ നേട്ടങ്ങൾ സമ്മാനിക്കും. വ്യാഴം ഇപ്പോൾ അനുകൂലമാകിയാൽ മനസംതൃപ്തി വന്നെത്തും. മക്കൾക്ക് പഠനത്തിൽ ഉയർച്ച, ജോലി ഇവ സാധ്യതകളാണ്. വിദേശ യാത്രയ്ക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും. ധനപരമായി അത്രയൊന്നും പിരിമുറുക്കത്തിൻ്റെ ആവശ്യമില്ലാത്ത കാലമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. കുംഭരാശിക്കാരെക്കാൾ നേട്ടം മീനരാശിക്കാർക്കാകും ഈ മാസം വന്നെത്തുക. ജോലിയിലും ബിസിനസ്സിലും വളർച്ചയുണ്ടാകും. പ്രയത്നിച്ചിട്ടും കിട്ടാത്ത അനുമതിയോ അംഗീകാരമോ ഇപ്പോൾ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി പിരിമുറുക്കത്തിന് അയവുണ്ടാകും. ഒറ്റപ്പെടൽ ഉണ്ടാകുന്ന സമയമല്ല. ആത്മവിശ്വാസം വർദ്ധിക്കും. വ്യാഴസ്ഥിതി ഇപ്പോൾ കുംഭരാശിക്കാർക്ക് അനുകൂലമാണ്. ഇടവം 19 മുതൽ മീനരാശിക്കാർക്ക് ആ സ്ഥിതി വന്നുചേരും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ 2 മനസ്സുണ്ടാകുമെങ്കിലും ദൗത്യങ്ങൾ പൂർത്തിയാക്കും. പ്രണയിക്കുന്ന ആളുകളുടെ സ്വപ്നങ്ങൾ ഫലവത്താകുന്നതാണ്. കുംഭരാശിക്കാർക്ക് ഭൂമിയിൽ നിന്നും ആദായം വന്നുചേരും. ഭൂമി വിൽക്കുവാനോ വാങ്ങുവാനോ സാധിക്കുന്നതാണ്. പൊതുവെ നിങ്ങളുടെ ജീവിത സാഹചര്യം വർദ്ധിക്കും. ആരോഗ്യ ശ്രദ്ധ അനിവാര്യമാണ്. കടബാധകൾ ഭാഗികമായി വീട്ടിൽ തീർക്കുവാനും കഴിയുന്ന കാലമാണ്.
അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗികമായി മെച്ചമുണ്ടാകും. നിലവിലെ തൊഴിലോ പദവിയോ ഉയരുന്നതാണ്. ജോലി മാറ്റം, പുതിയ ജോലി എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നെത്തും. ശുപാർശകൾ ഫലവത്താകും. മേലധികാരിയുടെ പിന്തുണയുണ്ടാകും. വാക് സ്ഥാനത്ത് ചൊവ്വ, ജന്മശനി എന്നിവയാൽ ആലസ്യം, വാക് പാരുഷ്യം, കാര്യതടസ്സം ഇവ ഭവിക്കാം. കൂട്ടുകെട്ടുകളിൽ കരുതൽ വേണം. ബുധ ശുക്രന്മാർ വിദ്യാഭ്യാസത്തിൽ തിളങ്ങുവാനുള്ള അവസരം സമ്മാനിക്കും. കുടുംബജീവിതം വളരെയധികം സന്തോഷപ്രദമാകും. കലാപ്രവർത്തനം വിജയിക്കുന്നതാണ്. 12-ലെ രാഹു ദൂരയാത്രകൾക്കുള്ള വഴി തെളിക്കും. പാഴ്ചെലവുകൾ യാതൊരു രീതിയിലും നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്ന കാലമല്ല. 4-5 ഭാവങ്ങളിലെ വ്യാഴമാറ്റം സന്താനങ്ങളുടെ ശ്രേയസ്സിനും ധന ഉന്നതിക്കും വഴി തുറക്കുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ കാലമാണ്. സമ്മർദ്ദങ്ങൾ അനുഭവിച്ചവർക്ക് ആശ്വാസം വന്നെത്തും. വിദ്യാഭ്യാസത്തിൽ തുടർച്ച സാധിക്കുന്നതാണ്. ജോലി തേടുന്നവർക്ക് ചെറിയ അവസരമെങ്കിലും വന്നു ചേരും. 2-ൽ ചൊവ്വ തുടരുന്നതിനാൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടും. വസ്തു സംബന്ധിച്ച തർക്കങ്ങൾ ഉടലെടുത്തു വരാം. ജന്മശനിക്കാലം ഉന്മേഷരാഹിത്യം എന്നിവ സമ്മാനിക്കും. ശീലങ്ങളിൽ നിന്ന് എത്ര ശ്രമിച്ചാലും പുറത്തു വരുവാൻ കഴിഞ്ഞേക്കില്ല. കലാകാരന്മാരുടെ ഭാവന ശക്തി ഉയരുന്നതാണ്. നവസംരംഭങ്ങളുടെ ആശയ രൂപീകരണം സാധ്യമാകും. 3-ാം തലമുറയുടെ ലാളനം വാർദ്ധക്യത്തിൽ ആശ്വാസമേകുന്നതാണ്. ധനവിനിമയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ജീവിതശൈലി രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ കിട്ടുവാനും ഇടയുള്ള കാലമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.